വേറെ ഒന്നും എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല, ചുമ്മാ കണ്ടുപോകും, അത്രേ ഉള്ളൂ. ലാഗുണ്ട്, ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്. ട്വിസ്റ്റുകളുടെ ഒരു ആറാട്ടാണ് സിനിമ. ട്വിസ്റ്റുകളെല്ലാം ഏറ്റവും പ്രെഡിക്റ്റബിൾ ആണ്. ആ ട്വിസ്റ്റ് എന്തിനു വേണ്ടി കൊണ്ടുവന്നുള്ള ജിത്തു ഒരിക്കൽ കൂടി ഒന്ന് ആ തിരക്കഥയിൽ ഒന്ന് പുനഃപരിശോധന നടത്തിയാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ദൃശ്യത്തില് പോലും ഇത്രയധികം ട്വിസ്റ്റുകളില്ല. ട്വിസ്റ്റുകളുടെ ഒരു ആറാട്ടാണ് സിനിമ. സിനിമ തുടങ്ങി നല്ല രീതിയിൽ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് പോകുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വലിച്ചൽ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്റർവെല് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സമയത്തല്ല പിന്നെ ഇൻട്രസ്റ്റ് വരുന്നത്, പിന്നെയും കുറെ കൂടെ എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. പക്ഷെ അത്രത്തോളം വലിച്ചു നീട്ടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു ട്വിസ്റ്റുകളുടെ ഒരു ആറാട്ടാണ്. ഇടത്ത് വലതും നോക്കിയാലും മുകളിൽ താഴെ എവിടെ നോക്കിയാലും ട്വിസ്റ്റ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സ്ഥലത്തും ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്വിസ്റ്റ് എന്തിനു വേണ്ടി കൊണ്ടുവന്നുള്ള ജിത്തു ഒരിക്കൽ കൂടി ഒന്ന് ആ തിരക്കഥയിൽ ഒന്ന് പുനഃപരിശോധന നടത്തിയാൽ നന്നായിരുന്നു. ആ ദൃശ്യം 1, 2 ആ നിലയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം. കാരണം ദൃശ്യം 3 നമ്മൾ വീണ്ടും വളരെ എൻഗേജ്, വളരെ ആത്മാർത്ഥത്തോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്തൊരു ബ്രാൻഡ് നെയിമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പടത്തിൽ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ, ആ ഹൈപ്പും അതേ നിലയിൽ നിലനിർത്താം. വളരെ മോശമില്ലാത്ത നിലയിൽ ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോമൻസ് എസ്പെഷ്യലി ആസിഫ് അലിയുടെ ആക്ടിങ്, രണ്ടാമത് നമ്മൾ ക്ലൈമാക്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു കളക്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമുക്കൊരു ആവറേജ് ലെവലിലേക്ക് അത് പോകും. ജിത്തുവിന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആവറേജ് അനുഭവമാണ്. പക്ഷേ നോർമലി മലയാളത്തിൽ പടങ്ങൾ ത്രില്ലേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇല്ലല്ല, നോർമലി മലയാളത്തിൽ കമ്പാരിറ്റീവ്ലി ജിത്തുവിന്റെ ഒരു എഫക്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ തിരക്കഥയിൽ ചെറിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ട്വിസ്റ്റുകളുടെ അതിപ്രസരമായി പോയി. അപ്പം പിന്നെ ഓരോ ട്വിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നീട് ചിരിയാണ് സത്യം പറഞ്ഞാൽ വന്നത്. കാരണം നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ട്, ചിരി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഒരു ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും ക്ലൈമാക്സും കഴിഞ്ഞ് പിന്നെ ഒരു എൻഡ് ബഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സീക്വൻസ്. ആ സീക്വൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം അത്ര നേരം നമ്മൾ എന്തെങ്കിലും കാണുമെന്ന് നമുക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ ചില ആക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ പോർട്രേ സാധാരണ ചെയ്ത് കാണാറില്ല. അങ്ങനത്തെ രീതിയിലൊരു റിവീലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ക്ലൈമാക്സ് എല്ലാം വർക്കൗട്ട്. ക്ലൈമാക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് അനുഭവമായിരുന്നു. സിനിമ ഒരു ആവറേജ് ജിത്തു ജോസഫിന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൈ മൊമെന്റ് പ്രതീക്ഷിക്കുമല്ലോ, അതൊന്നും പടത്തിലില്ല. ജസ്റ്റ് ആസിഫ് അലിയുടെ പെർഫോമൻസും അപർണ ബാലപുരം അവരെല്ലാം വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇത് ഒരു ജിത്തു ജോസഫ് സിനിമ അല്ലാതെ വന്നിരുന്നെങ്കിൽ ഒരു സാധാ ലെവലിലെങ്കിലും പോയെങ്കിൽ. ട്വിസ്റ്റുകളെല്ലാം ഏറ്റവും പ്രെഡിക്റ്റബിൾ ആണ്. കണ്ടു പറഞ്ഞൊരു സ്റ്റോറി സ്ഥിരം ടെംപ്ലേറ്റിൽ അവരുടെ ഡേറ്റും കാര്യങ്ങളും കിട്ടുകൊണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ജിത്തു ജോസഫിന്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് അതൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഇന്റർവ്യൂവിൽ വന്ന ജിത്തു ജോസഫ് പറഞ്ഞ് ദൃശ്യത്തിനേക്കാൾ എഫേർട്ട് എടുത്ത പടമാണ്. അവർ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ പടത്തിനും ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രം ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ഓഫ് ടോപ്പ് നോച്ച് അത് തന്നെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രം ഒന്നുമില്ല. ദൃശ്യമൊക്കെ ടോപ്പ് ക്ലാസ് ഇരിക്കുന്ന പടങ്ങളാണ്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പെർഫോമൻസ് ഒക്കെ നമുക്ക് കുറ്റം പറയാവുന്നില്ല. ആസിഫൊക്കെയാണ് വേറെ ലെവലിൽ ആക്ട് ചെയ്യും, അതൊന്നും വേറെ പറയാവുന്നില്ല. 100% മോശം സിനിമകളിൽ പോലും ആസിഫൊക്കെ ആക്ടിംഗ് ഒക്കെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല. പടം സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഇതാക്കായിരുന്നു. നമ്മൾ കണ്ടു പറഞ്ഞ ട്വിസ്റ്റാണ്, വേറെ ഒന്നും എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല, ചുമ്മാ കണ്ടുപോകും, അത്രേ ഉള്ളൂ. പടം എഴച്ചിലായിട്ട് നമുക്കൊരു ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പക്ഷെ പടം കൂടുതൽ ട്വിസ്റ്റാണ്. പക്ഷെ ആ ട്വിസ്റ്റ് അയ്യര് കളിയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ക്ലൈമാക്സ് പോലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ എന്തോ ഉണ്ടെന്ന്. കാരണം സ്വാഭാവികമായിട്ട് സിനിമ കാണുമ്പോൾ അറിയാം. കാരണം ട്വിസ്റ്റ് ഒരു മയമില്ലാത്ത ട്വിസ്റ്റ് ആയിപ്പോയി, അത്രയും. നമ്മള് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ജിത്തു ജോസഫിന്റെ ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ദൃശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൃശ്യത്തിൽ പോലും ഇത്രയധികം ട്വിസ്റ്റുകളില്ല. നമ്മൾ സാധാരണ ഈ ട്വിസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ കൺഫ്യൂഷൻസ് ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ അവരുടെ ഡയലോഗിലൂടെ നമുക്ക് പറഞ്ഞ് നമ്മൾ ആ കൺഫ്യൂഷൻസ് അങ്ങ് മാറ്റി നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമ്മൾ പുറത്തിറങ്ങും. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയണം, നല്ല ഭംഗിയായിട്ട് ആ സിനിമയെ കൊഴിപ്പിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെയും അപർണയുടെയും പെർഫോമൻസ്, രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അപർണയുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള മൂവി എന്ന് പറയാം. പിന്നെ ഒപ്പം നമ്മുടെ ഹന്ന, ഹക്കീം ഷാ, തമിഴിലെ സമ്പത്ത്, അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ത്രില്ലറാണ്. ദൃശ്യത്തിനെ കാട്ടിയും വളരെ ഭംഗിയായിട്ട് ചെയ്യണം. ദൃശ്യത്തിൽ നമുക്ക് ലാസ്റ്റ് 1-2 ട്വിസ്റ്റുകളുണ്ട്. ഇതിൽ അങ്ങനെയല്ല, ഇങ്ങനെ ഇൻ്റർവെല്ലിൽ കണക്കാക്കി ഇങ്ങനെ ട്വിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളായിരിക്കും. അത് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് സിനിമയങ്ങ് പോകും. ഡെഫിനറ്റ്ലി നമ്മൾ തീർച്ചയായും നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. ജിത്തു ജോസഫിൻ്റെ ഇന്നേ വരെയുള്ള ഏറ്റവും നല്ല മൂവി എന്ന് ഞാൻ പറയും. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സൂപ്പറാണ്.
ദൃശ്യം 2-നെക്കാട്ടിയും നല്ല, വളരെ നല്ല മൂവിയാണ്. പറയുമ്പോൾ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും നല്ല ഒരു ത്രില്ലർ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല ത്രില്ലർ മൂവിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൈയടിക്കാൻ തോന്നും, നമ്മുടെ സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് ചാടി പോകുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തു, നല്ലൊരു